ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയണം എന്നുള്ള റിക്വസ്റ്റ് വന്നിരുന്നു. അപ്പോൾ അതിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അവർ ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് നിങ്ങളോടുള്ളത് എന്ന് മുതൽ നിങ്ങളെ പരിചയപ്പെടുന്നൊരു സമയം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. Temperance, Page of Swords, Five of Pentacles, King of Pentacles, Ten of Cups, Two of Swords, Seven of Cups and Three of Cups. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരുപാട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അതായത് അവരുടെ ബാല്യകാലത്തൊക്കെ ആയിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സ്വന്തം കാലിൽ നിലനിൽപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാനുള്ളൊരു സാധ്യതയും കൂടുതലാണ്. ഒരുപാട് ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ചിലപ്പോൾ ഈഗോ വരെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം. മാത്രമല്ല ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും സെൽഫ് മെയ്ഡ് എന്ന് പറയുന്നത് പോലെ കുറച്ച് നല്ല രീതിയിലേക്ക് അവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ വാല്യൂ കൽപ്പിക്കുന്നത് അവരുടെ ഒരു സന്തോഷത്തിനായിരിക്കും. അതായത് അവർ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. മനസ്സമാധാനം വേണം, ആ ഒരു ഇന്നർ പീസ് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. എപ്പോഴും അവർക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ആ ഒരു രീതിയിൽ പോകണം. പക്ഷേ തീർച്ചയായിട്ടും മനസ്സിനകത്ത് ഭയങ്കരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ട്. ചിലപ്പോൾ അവർ വിചാരിച്ചതുപോലെ ആ ഒരു രീതിയിൽ പോകാനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. അതായത് ഇന്റേണൽ കോൺഫ്ലിക്റ്റ് കൂടുതലുള്ളൊരു പേഴ്സണാണ്. ചിലപ്പോൾ ഒരു ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ആഗ്രഹമെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഒരു മൈൻഡ് അങ്ങനെ പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ ആ ഒരു പേഴ്സണ് കഴിഞ്ഞെന്ന് വരില്ല. മാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ലൈഫിൽ ഒരുപാട് ചോയ്സസ് ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. ചിലപ്പോൾ അവരുടെ പുറകെ ഒരുപാട് വ്യക്തികൾ അവർ അഡ്മയർ ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ടാവാം. അവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ടാവാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് പൊതുവെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏജ് വൈസ് കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടിയും ചിലപ്പോൾ ഒരു ഇമ്മച്യൂരിറ്റിയോ കാര്യങ്ങളോ കാണിച്ചെന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സംസാരം ചിലപ്പോൾ അസ്ഥാനത്തായി പോകാന്ന് നമ്മൾ പറയില്ലേ, എന്നുള്ള രീതിയിൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്കിലും മറ്റുള്ളവർക്ക് പൊതുവെ ഒരു ഇഷ്ടം, താല്പര്യം ഒക്കെ തോന്നുന്ന ഒരു വ്യക്തിയും കൂടിയായിരിക്കും. അതുപോലെ കാഴ്ചയ്ക്കാണെന്നുണ്ടെങ്കിലും വളരെയധികം ശാന്തമായിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കാം. എന്നാൽ ഒരു പരിധി വരെ ഈ ഒരു വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാനും അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ഇപ്പോൾ ഇവരോട് ആരെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊരു അടുപ്പത്തിലേക്ക് പോരുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി, ഇപ്പോൾ സുഹൃത്തായിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അതായത് ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയും കൂടി ഈ ഒരു വ്യക്തിക്കുണ്ട് എന്നുള്ളത് അവരുടെ ഒരു സ്പെഷ്യലൈസേഷൻ ആണ് എന്ന് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ അതുമാത്രമല്ല അവർ ചിലപ്പോൾ ഫാമിലിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഫാമിലീനെ ഒരുപാട് സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പേഴ്സണൊക്കെ ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സമാധാനത്തോടെ അല്ലെങ്കിൽ വളരെയധികം സന്തോഷത്തോടെ പോകാനാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെങ്കിലും ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് ചിലപ്പോൾ ക്ലാഷ് ആയിക്കൊണ്ടിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി ഇല്ലായ്മ ചിലപ്പോൾ അവരെ
ഒരു ഒരു ആവശ്യമില്ലെന്നുണ്ടെങ്കിലും നമ്മൾ പറയില്ലേ ചില വ്യക്തികൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. ഒരാവശ്യം ഉണ്ടാവില്ല. ഓവർ തിങ്ക് ചെയ്തിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഒരു ആങ്സൈറ്റിയോ കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഒരു രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയും കൂടി ആയിരിക്കാം. ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. സോഷ്യലായിട്ട് ഇടപഴകാനായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തി. അല്ലെങ്കിൽ അങ്ങനെ സോഷ്യലായിട്ട് ഉള്ള ചിലപ്പോൾ അവരുടെ ഒരു പ്രൊഫഷനൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലവരാണെന്നുണ്ടെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ആഹ് സമൂഹത്തിൽ സൊസൈറ്റിയുടെ മുമ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അത്യാവശ്യം മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടി ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു പേഴ്സൻ്റേതായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു നേച്ചർ, ബിഹേവിയർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമുക്ക് നോക്കാം നിങ്ങളെ പരിചയപ്പെടുമ്പോൾ ഈ ഒരു വ്യക്തി ഏതവസ്ഥയിലാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ എന്നുള്ളത്. ആ ഒരു പാസ്റ്റ് എനർജി നമുക്ക് നോക്കാം. Ten of Pentacles, Ten of Swords, Knight of Wands, Lovers, the Chariot, Temperance, Nine of Swords, Four of Pentacles, Two of Cups, Eight of Pentacles, Two of Pentacles, Queen of Swords, and one more, the Star. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു ഡീപ്പ് വൂണ്ട് അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാകുന്നത്. മേ ബി കുറച്ചധികം വ്യക്തികൾക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെ ആയിരിക്കാം ഒരു ഡിസ്റ്റർബൻസ്, ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ആ ഒരു ഫാമിലി പോലെ കണ്ടിട്ടുള്ള ചിലപ്പോൾ മറ്റു റിലേഷൻഷിപ്പും ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മാനസിക വിഷമം, ഒറ്റപ്പെടലെല്ലാം അവരുടെ ലൈഫിലുള്ളൊരു സമയത്താണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഒരു അട്രാക്ഷൻ ആയിരിക്കാം തോന്നിയിട്ടുണ്ടാവുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴൊന്നും നമ്മൾ വിചാരിക്കില്ല ഇതൊരു ഡീപ്പ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത റിലേഷൻഷിപ്സ് ഉണ്ട്. പിന്നീട് അത് ഗ്രാജ്വലി പല സിറ്റുവേഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ചിലപ്പോൾ ചില ക്വാളിറ്റീസ് നമുക്ക് തോന്നുമ്പോൾ അങ്ങനെ അതങ്ങനെ നല്ല രീതിയിലേക്ക് ആയി പോകുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ വളരെ സോഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുപോലെയാണോ ചിലപ്പോൾ എന്നെ കാണുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ കാര്യമായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ട്. അവരിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവാം. കാരണം ഓൾറെഡി ഈ ഒരു പേഴ്സൺ മാനസികമായിട്ടൊരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ചിലപ്പോൾ അവരെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്നത് തന്നെ നിങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളോടും കാണിച്ചിട്ടുണ്ടാവാം. ഒരുപാട് ടൈം നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവാം. അവരുടെ ലൈഫിൽ വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളെ അവർ ആ ഒരു സമയത്ത് കൈവിട്ട് കളഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങളെയും അവർ അതിനോടൊപ്പം തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ ഒരു ദുഃഖം അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് വൂണ്ടൊക്കെ മറികടക്കാനായിട്ട് സഹായിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചതും നിങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റിമസി അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും പരസ്പരം അത്രയും കിട്ടുറപ്പോടെ പോയ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് വേറെ ആരും എൻ്റെ ലൈഫിലില്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ തന്നെ കാണുന്നൊരു റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെയുള്ളൊരു ലെവലിൽ പോയിട്ടുള്ളൊരു ബന്ധമാണ്. മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു പരസ്പരം നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ പാർട്ണർ എന്നെ ചീറ്റ് ചെയ്യില്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഒരുപാട് സ്നേഹമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ അവർ എന്നോട് നുണ പറയില്ല, വളരെ ഹോണസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്, നല്ല രീതിയിലുള്ള ഒരു ട്രസ്റ്റൊക്കെ നിങ്ങൾക്കും ഈ ഒരു പേഴ്സണോട് തോന്നിയിട്ടുണ്ടാവാം.
അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി നല്ലൊരു ഫ്യൂച്ചർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ എന്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ ഒരേ മനസ്സോടെ ഓവർകം ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കും. അതായത് വേറൊരു കാര്യത്തിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ആ ഒരു ഒബ്സ്റ്റക്കിൾസൊക്കെ നിങ്ങൾ നല്ലതായിട്ട് ഓവർകം ചെയ്ത് പോന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് രണ്ടുപേർക്കും എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡീപ്പായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാസ്റ്റ് എനർജിയൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം കറൻ്റ്ലി എന്താണ് ഇതിൻ്റെ അവസ്ഥ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ പറഞ്ഞ പോലെ വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പോഴും പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനകത്ത് വീണ്ടും എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ പറഞ്ഞതാണ് ഓൾറെഡി എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് ഓവർകം ചെയ്തു പോകുന്ന വ്യക്തികളാണ്. ഒരുപാട് എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വ്യക്തികളും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മനോഭാവമൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചില വ്യക്തികൾ നമ്മളുടെ അടുത്ത് റീഡിങ്ങിനൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, പണ്ട് ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എനിക്ക് ഇന്ന വാക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു പേഴ്സൺ എന്നോട് കാണിച്ചിരുന്ന സ്നേഹം ജെനുവിൻ ആണോ, അല്ലെങ്കിൽ അവരന്ന് റിയൽ ആയിട്ടാണോ നിന്നിരുന്നത്, അല്ലെങ്കിൽ അന്നേ എന്നെ പറ്റിക്കാൻ തുടങ്ങിയ വ്യക്തിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പാസ്റ്റിൽ എനർജിയിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടൊന്നും അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടിട്ടുള്ളത്. വളരെ ജെനുവിൻ ആയിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു സിൻസിയറിറ്റി നമുക്കിവിടെ കാണാം. തണ്ടർബോൾട്ട്, പ്രൊജക്ഷൻസ്, സക്സസ്, ഹീലിംഗ്, ഇൻറ്റൻസിറ്റി, ലേസിനെസ്. അപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു വലിയൊരു തടസ്സം, അല്ലെങ്കിൽ വലിയൊരു ഡിസ്ട്രക്ഷൻ, ഒരു തകർച്ച വന്ന് പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ എന്ത് തടസ്സം വന്നു കഴിഞ്ഞാലും അതെല്ലാം ക്രോസ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതായിരിക്കും എന്ത് വന്നു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് പിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ പിരിയേണ്ടതായിട്ടുള്ളൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഭംഗി അതിനകത്തൊരു വിള്ളൽ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ തടസ്സം, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും വന്ന് പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ഡിസ്ട്രക്ഷൻ വന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ ആ ഒരു സിറ്റുവേഷനൊന്നും നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നിങ്ങൾ പരിചയപ്പെടുമ്പോഴും ആ ഒരു വ്യക്തി വളരെയധികം ഒരു മാനസിക ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഒക്കെയാണ് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് ചെന്നതെന്നുള്ളത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു പതനം ഉണ്ടായതായിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ മാറും. നിങ്ങൾക്കിടയിൽ വന്ന് പോയ ആ ഒരു വിള്ളൽ, അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിയിൽ പോയിരുന്നൊരു സംഗതിയിൽ പെട്ടെന്ന് വന്നൊരു കല്ലിടുക എന്ന് നമ്മൾ പറയുന്ന പോലെ വന്നിട്ടുള്ള ആ ഒരു കാര്യം, അത് കംപ്ലീറ്റ്ലി മാറിപ്പോവും എന്നുള്ളൊരു പ്രത്യാശയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവുന്നത്. പക്ഷേ സ്റ്റിൽ അത് സംഭവിച്ചു കാണില്ല. നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് പ്ലാനിങ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ മാറും എന്നുള്ള ഒരു രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ വിചാരിച്ച ആ ഒരു റിസൾട്ട്, നിങ്ങൾ എന്താണോ വിചാരിച്ചത്, മെയിൻലി നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ ആവണമെന്നായിരിക്കും. പക്ഷേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു പരിധി വരെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പതിയെ പതിയെ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ടാവാം. ചിലപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളണമെന്നില്ല. അതായത് അത്രയും നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു പതനം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ സംഭവിക്കുക, ഉം, മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാന്ന് പറയുന്നത് നോർമലി എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, സ്റ്റിൽ ആ ഒരു ഫയർ നിങ്ങളിലുണ്ട്.
അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വിചാരിച്ച ഒരു റിസൾട്ട് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയായിരിക്കാം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തൊരു മാറ്റം വരും എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ പരസ്പരം വലിയ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡിലായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഫയർ ഇപ്പോഴും കിടക്കുന്നുണ്ടെങ്കിലും പതിയെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശീലിച്ച് വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളതെന്നൊന്നും നിങ്ങൾ ഓപ്പൺ അപ്പായിട്ട് പറയുന്നുണ്ടാവില്ല. ആ ഒരു ശാന്തതയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ടും രണ്ടുപേരും സ്വന്തം കാര്യങ്ങളിലേക്ക് നോക്കി പോകുന്നതായിട്ടായിരിക്കാം ചിലപ്പോൾ ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ കൂടുതലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിനകത്ത് നടക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഈ ഒരു നിലയിൽ തന്നെ പോകാനാണോ എന്നൊക്കെ ഉള്ളതും കൂടി നമുക്ക് നോക്കാം. Okay, lovers, Queen of Wands, 10 of Wands, 10 of Pentacles, 10 of Cups, Ace of Cups, 5 of Swords, Knight of Pentacles, 8 of Wands, 5 of Wands, 8 of Pentacles, 6 of Wands, 4 of Wands, 3 of Pentacles. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിൽ നിന്ന് കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും വളരെ എലാബറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളിപ്പോൾ ഒരുപാട് സെറ്റ് കാർഡ്സ് എടുത്തെടുത്താണ് ഓരോ സ്റ്റേജ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടും. അത്രയും ഒരു ഭയങ്കര ലെങ്ത്തിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് അത്രയും എലാബറേറ്റ് ചെയ്യാതെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, നിങ്ങളോട് നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഒരുപാട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത പേഴ്സൺ ആണെന്നുള്ളതൊക്കെ. തീർച്ചയായിട്ടും ഇപ്പോഴും ഈ പറഞ്ഞ ഇഷ്ടവും സ്നേഹവും ഒക്കെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അതിനൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. ഇപ്പോൾ കറൻലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് എന്തൊക്കെയോ ഹെവി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ട് അവരുടെ ലൈഫിലുള്ളതായിട്ട് കാണാം. അപ്പോൾ ഒരു പക്ഷേ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടും അവർക്ക് നിങ്ങളിലേക്ക് വരാൻ പറ്റാതെ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം എന്താണോ, അല്ലെങ്കിൽ അവർക്കുള്ള ആ ഒരു ഹെവി ടെൻഷനായിട്ടുള്ള ഒരു കാര്യം എന്താണോ, അത് ഈ ഒരു പേഴ്സണെ ഇറക്കി വെച്ച് കഴിഞ്ഞാലാണ് അവർക്ക് നിങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വ്യക്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു താല്പര്യം നിങ്ങളോട് ഉണ്ടായിട്ടും ഈ ഒരു അകൽച്ച, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച പോലെ നമ്മൾ പറഞ്ഞു ആ ഒരു നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചത് ആ ഒരു ലെവലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്ന ഇതാണ്. ഒരു പക്ഷേ ചിലർക്കെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ പരിചയപ്പെടുമ്പോഴേ ഈ ഒരു വ്യക്തി ഒരുപാടൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്ന് ചില ഒറ്റപ്പെടലും വേദനയൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കും അവരുടെ ലൈഫിൽ ഇപ്പോഴും പ്രശ്നമായിട്ട് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിലനിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിലുള്ള ആ ഒരു ഡീപ്പ് ബോണ്ടിങ് ഉള്ള മറ്റൊരു റിലേഷൻഷിപ്പ് തന്നെയാണെന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അത് ഈ ഒരു പേഴ്സൺ ആ ഒരു ഭാരം ഇറക്കി വെച്ചെങ്കിൽ മാത്രമാണ് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധിക്കുക. ഇവിടെ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജീസ് ഒക്കെ കാണാം. 8 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ തന്നെ നമുക്കിവിടെ പിന്നെ വന്നിട്ടുള്ളത് 5 ഓഫ് വാണ്ട്സ് എനർജിയാണ്. ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ അങ്ങനെ ഒരു സ്ട്രോങ് ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ അവർക്ക് അവിടെ വേറെ ചില സ്ഥലത്ത് പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വേറെ ലൈഫിൽ ഏരിയാസിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാണാം. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്നുള്ള ബുദ്ധിമുട്ട് ഈ ഒരു പേഴ്സൺ അനുഭവിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഓരോ പഴയ രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നത്.
ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവർക്ക് ഒരുപാട് ഒരു ഡീപ്പ് ലവ് നിങ്ങളോടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഇപ്പോഴും അവരുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അതവർ നിങ്ങൾക്ക് ഓഫർ ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയും അവരുടെ ലൈഫിൽ ആ ഒരു ഫൈറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫൈറ്റും കാര്യങ്ങൾക്കൊക്കെ ശേഷമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു തേർഡ് പാർട്ടി റിലേഷൻ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ബന്ധം തന്നെയാണ് നിങ്ങളുടേത്. അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്കിടയിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈ ഒരു പേഴ്സൺ ആഗ്രഹം ഉണ്ടായിട്ടും അതിനകത്തേക്ക് കടന്ന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുന്നത് അതുകൊണ്ടാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഏതൊക്കെയോ നമ്മളുടെ റീഡിങ്സിനകത്ത് ഈ പറഞ്ഞതിൻ്റെ ചില എനർജീസ് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ളവരുടെ പേഴ്സൺസ് ആയിരിക്കും അത് കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയുടെ ഹൈ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചില കാര്യങ്ങളെ ഭയപ്പെട്ട്, അല്ലെങ്കിൽ ഇവർ കുറച്ച് ആലോചിക്കുന്ന കൂട്ടത്തിലും കൂടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സണും കൂടിയാണെന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് അവരുടെ ഒരു മനസ്സ് പറയുകയാണ് നിങ്ങളിലേക്ക് വരാൻ പറഞ്ഞ് ഓടിച്ചാടി വരാൻ അവർ ആഗ്രഹിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും അവരെ ചിലപ്പോൾ പിന്നിലേക്ക് വലിക്കും. ചെറിയ കാര്യങ്ങൾ വളരെ സമാധാനപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു നേച്ചർ അങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്ട്സ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഭയപ്പെട്ട് പോകുന്ന ഒരു പേഴ്സണും കൂടിയായിരിക്കും. അങ്ങനെയുള്ള ചിലപ്പോൾ ആ ഒരു പ്രഷർ അങ്ങനെ കൊണ്ടു നടക്കാനോ അല്ലെങ്കിൽ താങ്ങാനോ സഹിക്കാൻ വയ്യാത്ത ഒരു പേഴ്സൻ്റെ ഒരു ട്രെയ്റ്റും കൂടി നമുക്കിവിടെ നല്ലതുപോലെ കാണാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഭയപ്പെടുത്തും. അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുക, അത് വേറെ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുക. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് വേറെ പല കാര്യങ്ങളിലും മോശമായിട്ട് ഭവിക്കും എന്നുള്ളൊരു പേടിയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു പേഴ്സണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ഇത് സക്സസ്സിലേക്ക് പോകാൻ കഴിയാത്തത് ഈ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിക്ടറിയിലേക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ നമുക്കിവിടെ കാണാം. ഇത് ഒരിക്കലും അവർക്ക് ഉപേക്ഷിച്ച് കളയാനോ വേണ്ടെന്ന് വെക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്നൊരു കണക്ഷൻ ആയിരിക്കും. കംപ്ലീറ്റ്ലി വിട്ടു പോയിട്ടൊന്നും ഉണ്ടാവില്ല. ഓൺ ആൻഡ് ഓഫ് ആയിട്ട് ചിലപ്പോൾ വലിയൊരു തകർച്ചയ്ക്ക് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്നാലും നമ്മൾ പറഞ്ഞ ആ ഒരു പോയിന്റ് അവിടെ കിടക്കുന്നുണ്ടാവാം. നിങ്ങൾ വിചാരിച്ച രീതിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു റീസൺ ഈ പറഞ്ഞ സംഗതിയാണ്. അപ്പോൾ ഇവരുടെ മൈൻഡ് സെറ്റിലുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ പോണം. ആ ഒരു സക്സസ് നമുക്കിവിടെയും കാണാം. ഈ ഒരു പേഴ്സണും അത് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ അതിനകത്തൊരു വിലങ്ങുതടി ഇടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഒരു കുറച്ച് സ്ലോലി ആണെന്നുണ്ടെങ്കിലും സ്റ്റേബിളായിട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അതിനവർക്ക് കുറച്ച് സമയം വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ആൻഡ് ഓഫിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കുറച്ച് ടൈം വേണം, അല്ലെങ്കിൽ കുറച്ചൊരു ഗ്യാപ്പ് എടുത്ത ശേഷമേ നല്ല രീതിയിൽ വിചാരിച്ച പോലെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇനി അങ്ങനെ പറയാത്തവരാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ആ ഒരു മൈൻഡ് സെറ്റാണ് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ 2, 3 കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത്, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് ചില ചില കാര്യങ്ങൾ അവരെ ഒന്ന് ഭയപ്പെടുത്തുകയും പിന്നിലേക്ക് വലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു ടൈം സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാം. ഒരുപക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും. അതായത് അവർ വരാൻ വൈകിയാലും അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല എന്നുള്ള അവരുടെ ഒരു ശുഭാപ്തി വിശ്വാസം. അതും ചിലപ്പോൾ ഒരു സപ്പോർട്ടിങ് ഫാക്ടർ തന്നെയാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്കതൊരു തടസ്സമായിട്ട് മാറാനുള്ള സാധ്യതയും കാണാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി എനർജി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി ഈ ഒരു പേഴ്സണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇവരുടെ മനസ്സിലും സെയിം ഇൻറ്റൻഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം തന്നെയാണ് ഉള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനൊന്ന് വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നതെന്നുള്ളതാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കിയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റെസണേറ്റ് ആവും നിങ്ങളുടെ ലൈഫിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ബോണ്ടിങ്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നേരത്തെ എങ്ങനെയായിരുന്നു അതുപോലെ ആയി കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ എപ്പോഴും ക്ലെയിം ചെയ്യുക. നിങ്ങളുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.